ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ ആയിരുന്നു. ഗ്രൗണ്ട് വേവ് ഓർ സർഫസ് വേവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഏത് എഫക്റ്റ് കൊണ്ട്, ഡിഫ്രാക്ഷൻ്റെ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഈ മൂവ്മെൻ്റ് ആണ് എർത്തിൻ്റെ സർഫസിനെ കോണ്ടൂറിന് ഫോളോ ചെയ്യുന്നു. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഇത് വെർട്ടിക്കലി പോളറൈസ്ഡ് വേവ് ആകുമ്പോഴാണ് അതിൻ്റെ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ പോസിബിൾ ആവുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞു അല്ലേ, ഇതാണ് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അത് വെർട്ടിക്കലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ടുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഏറ്റവും മിനിമൽ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിൽ. ഓക്കെ, ദെൻ ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടാണ്. ഓക്കെ, നമ്മളൊരു ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ്റെ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ടാണ്. ഈ ഇക്വലൻറ്റ് സർക്യൂട്ടിൽ നിന്ന് നമുക്കറിയാൻ പറ്റും ഈ കപ്പാസിറ്റർ ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസാണ് റെസിസ്റ്റർ. എനർജി കപ്പാസിറ്റർ എനർജി സ്റ്റോർ ചെയ്യുന്ന ഡിവൈസാണ് റെസിസ്റ്റർ എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഈ കപ്പാസിറ്ററിലുള്ള എനർജി സ്റ്റോറേജ് ഈ റെസിസ്റ്ററിലൂടെ ഡിസിപ്പേറ്റ് ചെയ്തു പോകും. ഇതിനാണ് നമ്മൾ ലീക്കി കപ്പാസിറ്റൻസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് അവിടുന്ന് ഡിസിപ്പേറ്റ് ചെയ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഫ്യൂ കിലോമീറ്റേഴ്സ് വരെയൊക്കെ ഇത് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, ദെൻ ഗ്രൗണ്ട് വേവിൻ്റെ ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏതെല്ലാം പാരാമീറ്റേഴ്സ്, HT എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെ ഹൈറ്റാണ്, HR എന്ന് പറയുന്നത് റിസീവിങ് ആൻറ്റിനയുടെ ഹൈറ്റാണ്, IS എന്ന് പറയുന്നത് ആൻറ്റിന കറണ്ട് ആണ്. ഓക്കെ, D എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെയും റിസീവിങ് ആൻറ്റിനയുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 120 π HT HR IS ബൈ ലാംഡ D. ലാംഡ എന്ന് പറയുന്നത് അവിടുത്തെ വേവ് ലെങ്ത് ആണ്. ഏത് വേവിൻ്റെ ആണോ ആ വേവിൻ്റെ വേവ് ലെങ്ത് ആണ്. സോ ഇതാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ. സെക്കൻഡ് മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ നമ്മൾ പറഞ്ഞിരുന്നത് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ എന്താണ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ? നമുക്കറിയാം എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസിനനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിൽ ഒരു എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഒരു ഇമ്പോർട്ടൻ്റ് റീജിയനാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അയണോസ്ഫിയർ എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് 85 600 കിലോമീറ്റേഴ്സ്, 85 കിലോമീറ്റർ ടു 600 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ലാർജ് റീജിയനാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ അയണോസ്ഫിയറിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അയണോസ്ഫിയറിൽ എയർ മോളിക്യൂൾസ് ഈ സണ്ണിൻ്റെ റേഡിയേഷൻ എന്നുള്ള എനർജി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസിനെ, ഫ്രീ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്ത് എയർ മോളിക്യൂൾസൊക്കെ അയോൺസ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ പേര് അയണോസ്ഫിയർ എന്നുള്ള പേര്. അതുകൊണ്ട് തന്നെ ഈ സോളാർ എനർജി അക്സെപ്റ്റ് ചെയ്ത് അയോണൈസ് ചെയ്ത് എയർ മോളിക്യൂൾസ് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസും അയോൺസും ആയിട്ട് മാറി മാറിയിട്ടാണ് അയണൈസ്ഡ് ഫോമിലാണ് എയർ മോളിക്യൂൾസ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ അയണൈസേഷൻ നടക്കുമ്പോഴുള്ള ഫ്രീ ഇലക്ട്രോൺസും അവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നത്? ഓക്കെ, അപ്പോൾ അത് ഈ പ്രൊപ്പഗേഷൻ എങ്ങനെ പോസിബിൾ ആവുന്നു എന്ന് പറയുന്നതിന് മുമ്പ് അയണോസ്ഫിയറിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 85 കിലോമീറ്റർ ടു 600 കിലോമീറ്റർ എബോവ് എർത്ത് സർഫസിലാണ് അയണോസ്ഫിയർ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രോപ്പർട്ടീസ് അനുസരിച്ച്, അപ്പോൾ ഇതാണ് ഒരു അയണോസ്ഫിയറിൻ്റെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഉള്ള ഈ ഒരു റീജിയൻ, ഈ ബ്ലൂ കളറിൽ കാണിച്ചതൊക്കെ അയണോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് റീജിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ അയണോസ്ഫിയറിൻ്റെ അതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ലെയേഴ്സായിട്ട്, ആക്ച്വലി 4 ലെയേഴ്സായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഡി ലെയർ. ഓക്കെ, ഡി ലെയർ എന്ന് പറയുന്നതാണ് എർത്തിൻ്റെ സർഫസിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന അയണോസ്ഫെറിക് ലെയർ. 50 to 90 കിലോമീറ്റർ ആണ്. ദെൻ ഇ ലെയർ ഉണ്ട്. ഇ ലെയർ എന്ന് പറയുന്നത് 90 to 140 വരെയാണ്. സെക്കൻഡ് ലെയർ ആണ്. ദെൻ എഫ് ലെയർ ആണ്. എഫ് ലെയറിന് രണ്ടായിട്ട് വീണ്ടും തിരിക്കാൻ പറ്റും, F1 ലെയറും F2 ലെയറും. F1 ലെയർ എന്ന് പറയുന്നത് 140 to 250 കിലോമീറ്റർ ആണ്. ദെൻ F2 ലെയർ 250 കഴിഞ്ഞിട്ട് ബിയോണ്ട്, അതിൻ്റെ മേലെ 900 വരെയുള്ള ബാക്കി 600 വരെയുള്ള ബാക്കി അയണോസ്ഫിയർ എവിടെ അവസാനിക്കുന്നോ അത്രയും ആ റേഞ്ചാണ് F2 ലെയർ എന്ന് പറയുന്നത്. ഇനി ഈ ലെയറാക്കി തിരിച്ചതിൻ്റെ ഉദ്ദേശം ഇവിടെ എല്ലാ പ്രോപ്പർട്ടീസും ഡിഫറെൻ്റ് ആണ്. ഓരോ ലെയറിലുള്ള
അയനോസ്ഫിയറിക് പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡി ലെയറിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അതിൻ്റെ തിക്നെസ് 10 കിലോമീറ്റർ ആണ്. കമ്പാരിറ്റീവ്ലി ലിറ്റിൽ അയണൈസേഷൻ ആണ്. കാരണം എന്താണ്, ഏറ്റവും താഴെ കിടക്കുന്ന അയനോസ്ഫെറിക് ലെയർ ആണ്. അവിടെ എത്തുന്ന സോളാർ എനർജിയുടെ അളവിലും കുറവുണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ അയണൈസേഷൻ കുറവായതുകൊണ്ട് തന്നെ ഫ്രീ ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. 400 ഇലക്ട്രോൺസ് പെർ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ദെൻ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി 180 കിലോ ഹെർട്സ് ആണ്. ദെൻ ഈ ലെയർ നമ്മൾ പറഞ്ഞു സെക്കൻഡ് ലെയർ ആണ്. അതിൻ്റെ ആവറേജ് ഹൈറ്റ് 100 കിലോമീറ്റർ ആണ്. തിക്നെസ് 25 കിലോമീറ്റർ ആണ്. ദെൻ ഇവിടുത്തെ ഡെൻസിറ്റി കുറച്ചുകൂടി ഹയർ ആണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും, 2 × 10⁵ ഇലക്ട്രോൺസ് പെർ ക്യൂബിക് സെൻറ്റിമീറ്റർ. ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഹൈ ആണ്, 4 MHz. ദെൻ ES ലെയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ലെയറിൻ്റെ കൂടെ നമ്മളൊരു അഡീഷണൽ ലെയർ നേരത്തെ പറയാത്തതാണ് ES ലെയർ. ഇത് ഒരു സ്പൊറാഡിക് ലെയർ ആണ്. സ്പൊറാഡിക് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലയബിൾ ലെയർ അല്ല. അത് റെഗുലറായിട്ട് അപ്പിയർ ചെയ്യുന്ന ലെയർ അല്ല, അത് ഇറഗുലർ ആണ്. ഓക്കെ, അതൊരു സ്പെഷ്യൽ കേസാണ്. ദെൻ എഫ് ലെയറിൽ 2 പോർഷൻ ഉണ്ട്, F1 ലെയറും F2 ലെയറും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 2 ലെയേഴ്സാണ് എഫ് ലെയേഴ്സ്, F1 ലെയറും F2 ലെയറും. ഇതിൽ F1 ലെയർ എന്ന് പറയുന്നത് ഡേ ടൈമിൽ മാത്രം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ലെയർ പോർഷനാണ്. നൈറ്റിൽ ഇത് രണ്ടും കൂടി ചേർന്ന് ഒരു സിംഗിൾ ലെയർ F2 ലെയർ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ F2 ലെയറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെയർ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറാണ്. അപ്പോൾ അവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി അയണൈസേഷൻ വളരെ ഹൈ ആണ്. ഓൾസോ അവിടുത്തെ അയണൈസേഷൻ കൂടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ക്വാണ്ടിറ്റി വോള്യൂം വളരെ ഹൈ ആണ്, 2 × 10⁶ ആണ്. ഓക്കെ, അത്ര ഇലക്ട്രോൺസ് പെർ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ക്രിട്ടിക്കൽ ഫ്രീക്വൻസി 8 MHz ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ അയനോസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ ഒരു സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ഈ അയനോസ്ഫിയറിൻ്റെ ഹെൽപ്പോടെ നടക്കുന്നത്? ഓക്കെ, അത് നമ്മൾ 2 രീതിയിലും പറയാം. ക്വാളിറ്റേറ്റീവിലും പറയണം, ക്വാണ്ടിറ്റേറ്റീവിലും പറയണം. ഓക്കെ, ആദ്യം നമുക്ക് ക്വാളിറ്റേറ്റീവ്ലി എന്താണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു അയനോസ്ഫിയറിൽ ഫ്രീ ഇലക്ട്രോൺസും ഉണ്ട്, അയോൺസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ നമ്മൾ ഈ അയനോസ്ഫിയറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷനുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷനുണ്ട്. ഓക്കെ, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഈ അയനോസ്ഫിയറിലുള്ള ഫ്രീ ഇലക്ട്രോണിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഓക്കെ, ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഫ്രീ ഇലക്ട്രോൺ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് വൈബ്രേഷൻ ഉണ്ടാവും. ഓക്കെ, ഈ വൈബ്രേഷൻ്റെ എഫക്റ്റ് കൊണ്ട് തന്നെ ആക്ച്വലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈബ്രേഷൻ്റെ എഫക്റ്റ് കൊണ്ട് ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ഓൾസോ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കൊണ്ട് ഉള്ള ഒരു കറണ്ടും ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഒരു ഡൈഇലക്ട്രിക് ആണ്. ആക്ച്വലി അയോൺസും ഉണ്ട്, ഇലക്ട്രോൺസും ഉണ്ട്. ഇതൊരു ഡൈഇലക്ട്രിക് ആണ്. ഡൈഇലക്ട്രിക്കിലോട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ അവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്. അതാണ് കപ്പാസിറ്റീവ് കറണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ ഈ ഇലക്ട്രോൺ വൈബ്രേഷൻ്റെ എഫക്റ്റ് കൊണ്ട് ഒരു അഡീഷണൽ കറണ്ട് ഉണ്ടാവുന്നുണ്ട്, കപ്പാസിറ്റീവ് കറണ്ടാണത്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റീവ് കറണ്ട് ഇൻഡക്റ്റീവ് കറണ്ടാണ്. ആക്ച്വൽ കറണ്ട് കപ്പാസിറ്റീവ് കറണ്ടുമാണ്. അഡീഷണൽ വൈബ്രേഷൻ്റെ എഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന കറണ്ട് ഇൻഡക്റ്റീവ് കറണ്ടുമാണ്. അപ്പോൾ ഈ കപ്പാസിറ്റീവ് കറണ്ടിൽ നിന്ന് ഇൻഡക്റ്റീവ് കറണ്ട് റെഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്, മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കറണ്ടിൽ നിന്ന് അടുത്ത കറണ്ട് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോൾ നിങ്ങൾക്കറിയാം, കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ അവിടുത്തെ നെറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺ കുറയും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ കറണ്ട് റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് റെഡ്യൂസ് ആവുക അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോണിൻ്റെ നമ്പർ കുറയുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് അവിടുത്തെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കുറയുകയാണെന്നാണ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്, ഓക്കെ, എപ്സിലോൺ വാല്യൂ കുറയാണ്. ഇനി എപ്സിലോൺ വാല്യൂ കുറഞ്ഞാണെന്നാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഓക്കെ, എപ്സിലോൺ വാല്യൂ കുറയാണ്. ഇനി എപ്സിലോൺ വാല്യൂ കുറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എപ്സിലോൺ വാല്യൂ കുറയുന്ന സമയത്ത് റൂട്ട് ഓഫ് എപ്സിലോൺ ആണ് അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, റൂട്ട് ഓഫ് എപ്സിലോൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ എപ്സിലോൺ കുറയുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുകയാണെന്നാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുക എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം?
റെയറർ മീഡിയം എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു ഡെൻസർ മീഡിയം നിന്ന് അയണോസ്ഫിയറിൽ എത്തുമ്പോഴേക്കും അതൊരു റെയറർ മീഡിയമാണ്. ഓക്കെ, ഈ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോകുന്നു. ദെൻ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വരുന്ന ഫ്രീക്വൻസി ആംഗിൾ, ഇൻസിഡൻ്റ് ചെയ്യുന്ന ആംഗിൾ ഒരു പെർട്ടിക്കുലർ ആംഗിൾ, അതായത് അതിന് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കാം. ക്രിട്ടിക്കൽ ആംഗിൾ ഹൈ ആണെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഒന്ന് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഉണ്ട്. ദെൻ സെക്കൻഡ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ്. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അയണോസ്ഫിയറിൽ വെച്ച് നടക്കും. അയണോസ്ഫിയറിൽ വെച്ച് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ വേവ്സ് അവിടുന്ന് തിരിച്ച്, അപ്പോൾ എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? ഈ ഇൻസിഡൻ്റ് ചെയ്യുന്ന വേവ് ഓക്കെ അതേ മീഡിയത്തിൽ തന്നെ തിരിച്ചു വരും. ഓക്കെ, അതായത് ഈ അയണോസ്ഫിയറിൽ തട്ടി ഇത് ടോട്ടലി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് എർത്ത് സർഫസിലോട്ട് തന്നെ ഈ വേവ് വരും. ഓക്കെ, അപ്പോൾ ഇത് ഇൻസിഡൻ്റ് ചെയ്യുന്ന, അപ്പോൾ സ്നെൽസ് ലോ പ്രകാരമാണ് അതിൻ്റെ റിഫ്ലക്ഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ ഇൻസിഡൻ്റ് ചെയ്യുന്ന ആംഗിൾ വെച്ച് നമുക്ക് ഏത് പെർട്ടിക്കുലർ ആംഗിളിലോട്ടാണ് അത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് അവിടെ നമ്മുടെ റിസീവിങ് ആൻറ്റിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വേവിനെ റിസീവ് ചെയ്യാൻ പറ്റും. ഇത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു അയണോസ്ഫെറിക് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ സിംപ്ലി അതിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് പറഞ്ഞാൽ. എന്താണ് നമ്മൾ പറഞ്ഞത്? ഇവിടെ അയണോസ്ഫിയറിൽ ഫ്രീ ഇലക്ട്രോൺസും അതേപോലെ തന്നെ അയോൺസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ ഈ അയോൺസും ആക്ച്വലി വൈബ്രേറ്റ് ചെയ്യും, ഫ്രീ ഇലക്ട്രോൺസും വൈബ്രേറ്റ് ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ വൈബ്രേഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാരണം അയോൺസ് എന്ന് പറയുന്നത് എപ്പോഴും കുറച്ചുകൂടി ബൾക്കിയർ സ്ട്രക്ചറാണ്, മോളിക്കുലർ സ്ട്രക്ചർ കുറച്ചുകൂടി ബൾക്കാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വൈബ്രേഷൻ, ഒരു വെയിറ്റ് കൂടിയൊരു സാധനത്തിന് ഉണ്ടാകുന്ന വൈബ്രേഷൻ വളരെ മൈന്യൂട്ടായിരിക്കും. പക്ഷേ ഇലക്ട്രോണിനെ സംബന്ധിച്ച് ആ വൈബ്രേഷൻ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ആ വൈബ്രേഷൻ്റെ എഫക്റ്റ് കൊണ്ട് ഒരു കറണ്ട് ഉണ്ടാകുന്നുണ്ട്. ആ കറണ്ട് ഇൻഡക്റ്റീവ് കറണ്ടാണ്. അപ്പോൾ നെറ്റ് എഫക്റ്റിൽ ആക്ച്വൽ കപ്പാസിറ്റീവ് കറണ്ടിൽ നിന്ന് ഈ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. കറണ്ട് കുറയുമ്പോൾ അവിടുത്തെ അവിടുത്തെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കുറയും. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കുറയുക മീൻസ് അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയാണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. വേവ് തിരിച്ച് എർത്ത് സർഫസിലോട്ട് തന്നെ എത്തും. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഇനി നമുക്ക് ഇതിനൊരു ക്വാണ്ടിറ്റേറ്റീവ്ലി എങ്ങനെയാണ് ഈ പ്രൊപ്പഗേഷൻ നടക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെ. ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അയണോസ്ഫിയറിൽ, ഓൾസോ അയോൺസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അയണോസ്ഫിയറിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവുന്ന ഫ്രീ ഇലക്ട്രോൺസിലും ഹോൾസിലും ഒരു ഫോഴ്സ് എക്സേർട്ട്. ഓക്കെ, ആ ഫോഴ്സാണ് F is equal to minus E into E എന്ന് പറയുന്നത്. F is equal to ചാർജ് ടൈംസ് ഇലക്ട്രിക് ഫീൽഡ്. എത്രയാണോ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ടൈംസ് ഇലക്ട്രിക് ഫീൽഡാണ്, ഫീൽഡ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ ചാർജ് എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രോൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതേ ടൈംസ് ആ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ നമ്മൾ ഹോൾസിനെ നെഗ്ലക്ട് ചെയ്യുന്നു. കാരണം നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ്? ഹോൾസിൻ്റെ മാസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ വൈബ്രേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് EM sin omega t ആണെന്ന് നോക്കൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഇക്ക് പകരം EM sin omega t ആണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രോൺസിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കൊണ്ടുള്ള ഫോഴ്സാണ് ഇത് പറഞ്ഞത്. ഇനി അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ നമുക്കറിയാം എന്താണ്? F is equal to മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഓക്കെ, ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. വി ക്യാൻ ഇക്വേറ്റ് ദിസ്. രണ്ട് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇലക്ട്രിക്കലി E ഇൻറ്റു E ആണ്. ന്യൂട്ടൺസ് ലോ പ്രകാരം M ഇൻറ്റു A. A എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി dv/dt ആണ്. ഓക്കെ, ഇത് നമുക്ക് F equal to ma എന്ന് മാത്രം എഴുതാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ അസ്യൂം ചെയ്യുന്നത് അവിടെ കൊളീഷൻസ് ഒന്നുമില്ല. അതായത് ഈ വൈബ്രേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് പരസ്പരം കൊളൈഡ് ചെയ്യുന്ന ആ കൊളീഷൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്യാം. മൈനസ് ഇ ഇ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. അപ്പോൾ ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ഇ ഇ ഡിവൈഡഡ് ബൈ എം ആണ്. ഓക്കെ, അപ്പോൾ ഡി വി എന്ന് പറയുന്നത് മൈനസ് ഇ ഇ ബൈ എം ഇൻറ്റു ഡി ടി. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ വെലോസിറ്റി, ഈ വൈബ്രേഷൻ്റെ വെലോസിറ്റി എത്രയാണെന്നാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡി വിനെ, ഈ ഡിഫറൻഷ്യൽ വെലോസിറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് ഇ ഇ ബൈ എം ഡി ടി. അപ്പോൾ ഇ എന്താണെന്ന് നമുക്കറിയാം. ഇ നമ്മളിവിടെ പറഞ്ഞു ഇ എം സൈൻ ഒമേഗ ടി ആണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി, അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് ഇ ഇൻറ്റു ഇ എം കോസ് ഒമേഗ ടി ബൈ എം ഒമേഗ. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഇ ബൈ എം ഒമേഗ ഇ എം കോസ് ഒമേഗ ടി. ഇതാണ് വെലോസിറ്റി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന അയണോസ്ഫിയറിലുള്ള ഇലക്ട്രോൺസിനുള്ള വെലോസിറ്റി ഇതാണ്, വൈബ്രേഷൻ്റെ വെലോസിറ്റി ഇ ബൈ എം ഒമേഗ ഇ എം കോസ് ഒമേഗ ടി. ഇ എന്ന് പറയുന്ന ചാർജാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. എം എന്ന് പറയുന്നത് മാസാണ്. ഓക്കെ, ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ വെലോസിറ്റിയിലുള്ള ഒരു ഇലക്ട്രോൺ ഉണ്ടാക്കുന്ന ഇലക്ട്രോൺ കറണ്ട് എന്ന് പറയുന്നത് മൈനസ് എൻ ഇ വി ആണ്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ, ഇ എന്ന് പറയുന്നത് മൈനസ് ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ്, വി എന്ന് പറയുന്നത് വെലോസിറ്റി. അപ്പോൾ ഇതിൽ നമ്മൾ വി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വി ഇതാണ്. ഈ വി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദാറ്റ് മീൻസ് മൈനസ് എൻ ഇ ഇൻറ്റു ഇ ബൈ ഒമേഗ എം ഒമേഗ ഇ എം കോസ് ഒമേഗ ടി. അപ്പോൾ നമുക്ക് അവിടുത്തെ ഇലക്ട്രോൺ കറണ്ട് എന്ന് പറയുന്നത് എൻ ഇ സ്ക്വയർ എം ഒമേഗ ഇ എം കോസ് ഒമേഗ ടി ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ കിട്ടിയ ഈ കറണ്ട് നമ്മൾ പറഞ്ഞു ഈ വൈബ്രേഷൻ്റെ എഫക്റ്റ് കൊണ്ടുള്ള കറണ്ട് ഇൻഡക്റ്റീവ് കറണ്ടാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഉണ്ടാവുന്ന ഈ കറണ്ടിൻ്റെ ഇലക്ട്രിക് ഫീൽഡുമായി കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലാഗിങ് ആണ്. ഓക്കെ, അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആണ്. ആ വൈബ്രേഷൻസിൻ്റെ എഫക്റ്റ് കൊണ്ട് ഇലക്ട്രോണിലുണ്ടാവുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ് ലാഗിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ കമ്പയർ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിങ് ലാഗിങ് ആയതുകൊണ്ടാണ് അത് എന്തായത്? ഇൻഡക്റ്റീവ് കറണ്ട് ആയത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ കറണ്ട് ഈ ഇലക്ട്രോണിൻ്റെ വൈബ്രേഷൻ കൊണ്ടുണ്ടാകുന്ന കറണ്ട് എന്താണ്? ഒരു ഇൻഡക്റ്റീവ് കറണ്ടാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടാതെ തന്നെ ബേസിക്കലി അയണോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു ഡയലക്ട്രിക് ആണ്. അതിലൂടെ ഉണ്ടാവുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അവിടെ എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു കപ്പാസിറ്റീവ് കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അത് ഐ സി എന്ന് പറയുന്നത് ഡി ഡി ബൈ ഡി ടി ആണ്. അതായത് ഡി എന്ന് പറയുന്നത് എപ്സിലോൺ 0 ഇ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കറണ്ട്, കപ്പാസിറ്റീവ് കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. എപ്സിലോൺ 0 ഡി ഇ ബൈ ഡി ടി. ഇ എന്ന് പറയുന്നത് ഇ എം സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ എപ്സിലോൺ 0 ഇ എം കോസ് ഒമേഗ ടി മൾട്ടിപ്ലൈഡ് ബൈ ഒമേഗ. ഇതാണ് ഇവിടുത്തെ കപ്പാസിറ്റീവ് കറണ്ട്. ഓക്കെ, ഈ എപ്സിലോൺ 0 ഇ എം കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗയാണ് കപ്പാസിറ്റീവ് കറണ്ട്. മൈനസ് എൻ ഇ സ്ക്വയർ ഒമേഗ ഇ എം കോസ് ഒമേഗ ടി ആണ് ഇവിടുത്തെ ഇൻഡക്റ്റീവ് കറണ്ട്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് കറണ്ട് മൈനസ് ഇൻഡക്റ്റീവ് കറണ്ടാണ്. ഓക്കെ, സോ നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഇ എം കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ എപ്സിലോൺ 0 മൈനസ് എൻ ഇ സ്ക്വയർ ബൈ എം ഒമേഗ സ്ക്വയർ. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ കറണ്ട്. ടോട്ടൽ കറണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടേം എന്താണ് പറയുന്നത്? അവിടുത്തെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ 0യിൽ നിന്നും ഈ ഇത്രയും വാല്യൂ റെഡ്യൂസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നെറ്റ് എപ്സിലോൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടോട്ടൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 മൈനസ് എൻ ഇ സ്ക്വയർ ബൈ എം ഒമേഗ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ എപ്സിലോൺ 0 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എപ്സിലോൺ 0 ഇൻറ്റു 1 മൈനസ് എൻ ഇ സ്ക്വയർ എം ഒമേഗ സ്ക്വയർ ബൈ എപ്സിലോൺ 0. ഓക്കെ, ഇനി നമ്മൾ യൂഷ്വലി ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റിനെ എടുക്കുന്ന വാല്യൂ റിലേറ്റീവ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുക. ഓക്കെ, റിലേറ്റീവ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ബൈ എപ്സിലോൺ നോട്ട് ആണ്. അപ്പോൾ ആ എപ്സിലോൺ നോട്ടിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയാൽ എപ്സിലോൺ ആർ, ദാറ്റ് ഈസ് റിലേറ്റീവ്
dielectric constant, that is epsilon by epsilon naught, which is equal to 1 minus ne square by m omega square epsilon naught. Okay. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിലേറ്റീവ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. ഇനി നമ്മൾ പറഞ്ഞു ഡയലക്ട്രിക് കോൺസ്റ്റന്റിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ നമുക്ക് കാണാം. എന്താണ്? മ്യൂ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എപ്സിലോൺ ആർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 മൈനസ് എൻ ഇ സ്ക്വയർ ബൈ എം ഒമേഗ സ്ക്വയർ എപ്സിലോൺ നോട്ട്. ഇനി ഈ വാല്യൂസ് ഒക്കെ നമുക്കറിയാം, ഇതിലൊക്കെ കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്, എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് എയർ ആണ്. അതൊക്കെ അപ്ലൈ ചെയ്യാം. ഈ വാല്യൂസ് കോൺസ്റ്റന്റ് വാല്യൂസ് ഒക്കെ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ റിലേഷൻ mu is equal to 1 root of 1 minus 81 n by f square. ഇതാണ് അവിടുത്തെ നെറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഈ അയനോസ്ഫിയറിക് പ്രൊപ്പഗേഷൻ പോസിബിൾ ആവുന്നത് എന്നുള്ളത് മാത്തമാറ്റിക്കലി. ഇനി എന്തൊക്കെയാണ് ഈ ഇക്വേഷൻ്റെ ഇംപ്ലിക്കേഷൻസ്? ഫസ്റ്റ് തിങ്, സേ 81n ഈസ് ഗ്രേറ്റർ ദാൻ എഫ് സ്ക്വയർ. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, 81n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ നമ്പർ അല്ലേ, അതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ 81n എന്ന് പറയുന്ന വാല്യൂ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് സ്ക്വയർ ആണെങ്കിൽ എന്താ സംഭവിക്കാം? 1 മൈനസ് ഈ ടേം എന്തായിരിക്കും? 81n എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ആണ്, ന്യൂമറേറ്റർ ടേം ഹൈ ആണെങ്കിൽ ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് എ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ ഈ മ്യൂ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ടേം ആയിട്ട് മാറും. ഓക്കെ, മ്യൂ ഇമാജിനറി ടേം ആവുമ്പോൾ എന്താ സംഭവിക്കുക? അയനോസ്ഫിയർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടത്താൻ പറ്റില്ല. ഓക്കെ, സിഗ്നൽ ഗെറ്റ് അറ്റുനേറ്റഡ്, ആ സിഗ്നൽ ഒരിക്കലും തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യില്ല. ഇനി എഫ് സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ 81n എന്ന് പറയുന്ന സെക്കൻഡ് കണ്ടീഷൻ, 81n ഗ്രേറ്റർ ആണ് എഫ് സ്ക്വയർ എന്നുണ്ടെങ്കിൽ ഈ ടേം എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. 1 മൈനസ് എ വാല്യൂ ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ അവിടെ മ്യൂവിൻ്റെ വാല്യൂ ഒരിക്കലും ഒരു കോംപ്ലക്സ് നമ്പർ ആവില്ല, അതൊരു ഇമാജിനറി ടേം ആവില്ല. അപ്പോൾ അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പോസിബിൾ ആവും, അയനോസ്ഫിയർ എന്ന വേവ് റിട്ടേൺ ബാക്ക് ചെയ്യും. ഓക്കെ, കാരണം മ്യൂ ലെസ് ദാൻ 1 ആണ്. കാരണം സ്നെൽസ് ലോ പ്രകാരം മ്യൂ എന്ന് പറഞ്ഞാൽ സൈൻ ഐ ബൈ സൈൻ ആർ ആണ്. മ്യൂ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഐ ലെസ് ദാൻ സൈൻ ആർ. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ റിഫ്ലക്ഷൻ. ഈ ഫിഗറിൽ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക, ഈ ഫിഗറിൽ ഒരു മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ ഈ വേവ് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഇതാണ് അയനോസ്ഫിയറിനെയാണ് നമ്മൾ ഓരോ ലെയറായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ പോയിന്റിലും ഓരോ ലെയറിൽ നിന്ന് അടുത്ത ലെയറിലോട്ട് അയനോസ്ഫിയറിക് ലെയറിലോട്ട് മാറുമ്പോഴും, അതായത് നമ്മൾ ലെയർ എന്ന് പറയുമ്പോൾ ഡി ലെയർ ഇ ലെയർ ആ അർത്ഥത്തിലല്ല, ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും വേരി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. കാരണം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി അല്ലേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് 81n ബൈ എഫ് സ്ക്വയർ ആണ്. n എന്ന് പറയുന്ന വാല്യൂ ഓരോ പോയിന്റിലും ഡിഫറെൻ്റ് ആണ്, ഓരോ ലെയറിലും ഡിഫറെൻ്റ് ആണ്. അത് മാറുന്നതിനനുസരിച്ച് മ്യൂവിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ആസ് ദ വേവ് മൂവ്സ് അപ്പ് ദ വാല്യൂ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റെഡ്യൂസസ്. ഓക്കെ, അപ്പോൾ അയനോസ്ഫിയറിൽ തന്നെ മുകളിലോട്ട് പോകുന്തോറും ഈ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ. അപ്പോൾ ആദ്യം ഇനീഷ്യലി കുറഞ്ഞ റിഫ്ലക്ഷൻ ആംഗിൾ ആയിരിക്കും, ദെൻ ആ വാല്യൂ ഹൈ റിഫ്ലക്ഷൻ കൂടിക്കൊണ്ടിരിക്കും. ഒരു പോയിന്റ് എത്തുമ്പോൾ അത് എക്സാക്ട് 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും അത് തിരിച്ച് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യും, അങ്ങനെ എർത്തിലോട്ട് തന്നെ തിരിച്ചു വരും. ഇത്തരത്തിലാണ് നമ്മുടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴി സ്കൈ വേവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ അയനോസ്ഫിയറിക് പ്രൊപ്പഗേഷൻ പോസിബിൾ ആവുന്നത്. ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.